മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നത്. സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, റഅയ്തു റജുലൻ യദ്രിബു അബാഹു ഫീ മൗദിൻ. വാപ്പയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു പാറക്കെട്ടിന്റെ അടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി. ഞാൻ ചോദിച്ചു, എന്തായത്? നീ നിന്റെ വാപ്പയെ തല്ലാണോ? അടികൊള്ളുന്ന വാപ്പ പറഞ്ഞു, ഖല്ലൂ അൻഹു, എന്റെ മകനെ വിട്ടേക്കണേ, മകനെ ഒന്നും ചീത്ത പറയണ്ട. എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. അതിന് പകരം അല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സാബിത്തുൽ ബുനാനി എന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ. ബിർറു അബാഉകും തബുറുകും അബ്നാഉകും. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു. ഇത് അല്ലാഹുവിന്റെ അദ്ലിന്റെ, അല്ലാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. അല്ലാഹുവിന്റെ നീതിയാണത്. രക്ഷപ്പെടൂല. എനിക്കറിയാം പേഴ്സണൽ പല കഥകളും, പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എത്രയോ വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായിമ്മന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ, ഇന്നത്തെ വല്യുമ്മ, ഇന്നത്തെ അമ്മായിമ്മ കണ്ണുനീര് കുടിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയുമായിരിക്കും. ഇത് അല്ലാഹുവിന്റെ അദലാണ്. ദുനിയാവിന്ന് തീർക്കും, തീരൂല, പരലോകത്തുമുണ്ട്. യാ അല്ലാഹ്,